ഹലോ ഗൈസ്, വെൽക്കം. ഇത് ആക്ച്വലി ഒരു സീസ് ഗെയിം പ്ലേ ആണ്. ഇത് മൊത്തം റാൻഡം പ്ലേയേഴ്സാണ്. എനിക്ക് അറിയാൻ പാടില്ല ഇവരെ മൊത്തം ഹിന്ദിക്കാരാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് നോർമലി മലയാളീസിനെ റാൻഡായിട്ട് കിട്ടുന്ന വളരെ അപൂർവമാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല. മലയാളീസുകളുടെ കുറവായിട്ട് എനിക്ക് ഇങ്ങനെ കണക്റ്റ് ആയിട്ട് വരാറുള്ളൂ. ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കളി ഇങ്ങനെ തുടങ്ങി, ഞാനിതിങ്ങനെ തോക്കും തൂക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി സ്ക്രീൻ റെക്കോർഡും കൂടെ തുടങ്ങിയതുകൊണ്ട് എന്തോ ഈ ഫോൺ ആക്ച്വലി ഒരു ഗെയിമിംഗ് ഫോണല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ ഈ ഫോണിനുണ്ട്. അവിടെ ഒരു നിൽക്കുന്നുണ്ടായിരുന്നു, അവരുടെ നല്ലൊരു അടി അടിക്കാൻ വേണ്ടി നോക്കി, നടന്നില്ല. അവൻ തൊട്ട പോലുമില്ല. ഞാൻ പിന്നെ ചാടി അവിടെ പോയപ്പോഴേക്കും ആ പൊട്ടനകത്ത് കയറിപ്പോൾ കളഞ്ഞു. ശരി, അവിടെ ഒരുത്തൻ വീണു, 2 പേര് വീണു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ പടി പാളിയിട്ടുണ്ട്. 4 പേര്. ഇതിലാദ്യം ഇപ്പോൾ കിങ് ഫിഷറൊക്കെ പറ്റി നേരത്തെ തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ പിന്നെ ഇവിടെ ഒന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ അവിടെ 2 ടീംസുണ്ട്. അതിന് കുറച്ച് ഡാമേജ് കൊടുത്ത് പിന്നെയും കൊടുത്ത് അതിനങ്ങ് നോക്കാക്കി. അപ്പോഴേക്ക് ആക്ച്വലി യവനെയാണ് ഞാൻ അടിച്ചത്. പക്ഷേ ഓറിയൻ ഇട്ടതുകൊണ്ട് അവർക്ക് പോയി ഉള്ളതാണ്. പിന്നെ ഒരു നോക്കിട്ടു, ബട്ട് സ്റ്റിൽ അത് പോയി കിട്ടി. ബാക്കിൽ നിന്ന് അവൻ അടിച്ച് കൊന്നു തന്നെ. ശരി, അപ്പോൾ ഇനി അടുത്ത റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ റൗണ്ട് ദുരന്ത ഓർമ്മേൻ്റെയിലുണ്ട്. ഒരു കില്ല് ഇപ്പം തന്നെ പോയി. എനിക്കത് ഈ നോക്കിട്ടിട്ട് കില്ല് ഫിനിഷ് ആക്കിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. എനിക്ക് വിഷമാവും ഗൈസ് ഭയങ്കരമായിട്ട്. അങ്ങനെ ഇവിടെ വന്നു. അവൻ ഭയങ്കരമായിട്ട് അവന്മാർ വെടിവെച്ച് കാണിക്കുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പം ബായിമാർ കളിക്കാത്ത കളിയാണെങ്കിൽ ഞാൻ ചത്ത് കയറുന്ന കളിക്കും. പക്ഷേ നല്ല അത്യാവശ്യം ചില സമയത്തൊക്കെ നല്ല കളിക്കുന്ന ബായിമാരെ കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ള കളികൾ ഞാൻ ഒട്ടും കളിക്കത്തില്ല. ഞാൻ ഭയങ്കര ലേസിയാവും. നോർമലി ഞാൻ ആക്ച്വലി ഒരു ലേസിയാണ്. ഞാനങ്ങനെ സീരിയസ് ആയിട്ട് അങ്ങനെ എപ്പോഴും കളിക്കാറില്ല. ഞാൻ ഭയങ്കര ലേസി ആയിട്ട് എന്തെങ്കിലും ആലോചിച്ചൊക്കെ പോയി കളിക്കുന്ന ടീംസാണ്. അവർ റഷ് ചെയ്ത് കയറിപ്പോയി അവിടെ ഒരുത്തന്നെ പഞ്ഞിക്കിടുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാനിവിടെ വന്നു. കാരണം ഈ പെട്ടിയുടെ ബാക്കിൽ ആരെങ്കിലുമൊക്കെ വരുമെന്ന് എനിക്കറിയാം. ഓൾറെഡി അവിടെ ഒരുത്തൊന്ന് പമ്മി ഇരിക്കുന്നുണ്ട്. കണ്ടാ, താഴെ നിന്ന് അടിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. ആദ്യം ഞാൻ സപ്രസറായിട്ടൊന്നും ചാടിക്കണം. പക്ഷേ അപ്പോഴേക്കും അവൻ ഓറിയിട്ട് കളഞ്ഞു. ബട്ട് സ്റ്റിൽ അവനങ്ങ് ഉള്ളിൽ പോയി. അവനെന്തോ എയിം കിട്ടിയില്ലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ കറക്റ്റ് സ്കോപ്പ് ചെയ്ത് അടിച്ച് കയറ്റി കൊടുത്തു. കുത്തിപ്പിടി തന്നെ, നമുക്ക് വണ്ടാപ്പൊന്നും പറ്റത്തില്ല. കുത്തിപ്പിടിയാണ് നമ്മുടെ മെയിൻ. അങ്ങനെ 1-1 ആയിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ വിജയകരമായ റൗണ്ട് ഒന്നുകൂടെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഈ ലേസ്നെസ് കാണിച്ചിട്ട് ഇങ്ങനെ ഓരോന്നിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. എനിക്ക് ഈ കോഴി എക്സ്മേറ്റ് എൻ്റെ ഫേവറേറ്റാണ് ഗൈസ്. കോഴി എക്സ്മേറ്റിയുടെ സൗണ്ട് നല്ല രസമല്ലേ. എൻ്റെ എപ്പോഴും ഇരിക്കുന്ന കോഴി എക്സ്മേറ്റിയാണ്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരനോട് കളിക്കുന്ന സമയത്തായിക്കോട്ടെ, അവന്മാരും ഭയങ്കരമായിട്ട് കളിയാക്കും. ഈ എക്സ്മേറ്റ് ഇതെന്താടാ ഇങ്ങനെ കീ സൗണ്ട് ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞു. ബട്ട് നമുക്കറിയാം ഇതൊരു OP സ്കിൻ ലെവൽ സാധനമാണത്. എക്സ്മേറ്റ് എനിക്ക് തോന്നുന്നു CS അടിപൊളിയാണ്. പക്ഷേ BR എനിക്ക് അത്രയ്ക്ക് വലിയൊരു ഇമ്പാക്റ്റുള്ള ആരും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. CS അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് തോക്കം തൂക്കിയിട്ട് ഞങ്ങൾ ഈ വഴി ഇങ്ങനെ ചാടി ഇങ്ങനെ പോകുന്നുണ്ട്. ആക്ച്വലി എന്താവുമെന്ന് ഒരു പിടുത്തവും ഇല്ല. ഭായിമാർ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പം ഒരു കോൺഫിഡൻസാണ് ആക്ച്വലി എൻ്റെ ലേസിനെസ്സിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. കുഴപ്പമില്ല, അവർ കളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ സീരിയസ് ആവേണ്ട ആവശ്യമില്ല എന്നാണ്. പക്ഷേ ആ സീരിയസ് ആവുന്ന കളികളിൽ കൂടുതലുള്ളവർ കളിക്കത്തുമില്ല, ചുമ്മാ ചാവുകയും ചെയ്യും. ഒരു ഫ്ലക്സ് ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഒരു ഇതിൽ ബാക്കിൽ കൂടെ പോയി അടിക്കാന്ന് പറഞ്ഞാൽ ഈ ചുറ്റി പോകുന്നത്. പക്ഷേ അപ്പോഴാണ് സംഭവം നടന്നത്. വേണ്ട, ഫ്ലക്സ് ചത്തുപോയി. ചത്തിട്ട് ഞാൻ അവിടെ നിന്നിട്ട് നോക്കുന്നുണ്ട്. കാരണം ഇവൻ അടിച്ചവൻ എന്തായാലും അവിടെ നിന്ന് ചാടി വരുന്നത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അവിടെ എത്ര പേരുണ്ടെന്ന് അറിയാൻ പാടില്ല, റഷ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ ആക്ച്വലി UMP ഇരിക്കുന്ന ഞാൻ മറന്നുപോയായിരുന്നു. ഞാൻ അതേ ഒരുത്തം ചാടി വരുന്നത്. ഞാൻ അപ്പം തന്നെ തലമണ്ട അടിച്ച് പൊട്ടിച്ച് ഒരു എക്സ്പെക്റ്റ് ചെയ്ത് നിന്നത്. ഓക്കെ, അവരങ്ങടിച്ച് ഫിനിഷ് ചെയ്തു. എന്നിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ ന്യൂബാക്ക് അടിച്ച് ഇങ്ങനെ പോകുന്നു. ന്യൂബാക്ക് അടിച്ച് ചുമ്മാ ഇങ്ങനെ വെക്കുന്നു. ലേസിനെസ്സാണ്, അങ്ങേറ്റ ലേസിനെസ്സാണ്. വെയിറ്റ് കൊടുക്കും. അവൻ സർപ്രൈസ് ആയിരുന്നു. അവനോട് ഒളിച്ച് നിൽക്കുമായിരുന്നു കള്ളപ്പന്നി. എനിക്കാണെങ്കിൽ അടിക്കാൻ നോക്കിയിട്ട് ഗെയിമിൽ ലോക്കായില്ല. എനിക്ക് നല്ല കിട്ടുകയും ചെയ്തേ. എന്നെ അവൻ തല്ലിക്കൊന്ന് ഗൈസ്. ഇതാ പോകുന്നു. അങ്ങനെ ഇവിടെ ഇനി സൂര്യബായി ഉണ്ട്. സൂര്യബായി നല്ല കളിയാണ്. സൂര്യബായി അത്യാവശ്യം സൂപ്പറായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ബായി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. SK സൂര്യ ബോസ് എന്നൊക്കെ ഇടുമ്പം ഓക്കെ ബായി ആയിരിക്കണം. പിന്നെ അപ്പുറത്ത് ലൈഫ് ഫേസറുണ്ട്. ഓക്കെ, ഇവർ 2 പേരും കൂടെയാണ് കളിച്ചിട്ടുണ്ട്. ഇവർ 2 പേരും ബായിമാരെന്നാണ് എനിക്ക് തോന്നുന്നത്. സൂര്യ അത്യാവശ്യം നല്ല പ്ലെയറാണ്. പക്ഷേ ഇവരാരും ഈ എനിമി സ്പോട്ട് ചെയ്തിട്ടില്ല. അത് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവർ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഒരു ടെൻഷൻ എനിക്കുണ്ട്. ഇവർക്ക് ഇനി ബാക്കിൽ നിന്ന് അങ്ങനെ അടിയകാരം കിട്ടി ഒരാളെങ്ങനെ നോക്കായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്രൂഷ്യലാവുകയും സെറ്റപ്പ് വന്നു. ഞാനതിലേക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർക്ക് ബാക്കിൽ നിന്ന് ഒരു അടി കിട്ടിയത്. ലൈഫ് ഫേസർ പാഞ്ഞു പോയി വേഗം. അപ്പോഴേക്കും അവൻ അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഡാമേജ് ഉള്ളതുകൊണ്ടാണ്. ഈവൻ സൂര്യാഭായി പോയി കുത്തിയെടുത്ത് സുഖമായിട്ട് കുത്തിയെടുത്ത്. അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ അത് വിദഗ്ധമായി സ്വന്തമാക്കിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ 2-1 ആയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നമുക്കൊരു ലീഡ് കിട്ടിയിട്ടുണ്ടല്ലോ. പക്ഷെ ഒന്നും ഉറപ്പിക്കാറായിട്ടില്ല. 3 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ലേസിനെസ് കാണിക്കാം എന്നുള്ളൊരു മിനിറ്റാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ അടുത്ത റൗണ്ട് തുടങ്ങി. ഞാൻ പിന്നെ എക്സ്എംഎറ്റിയൊക്കെ എടുത്ത് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഈ ലോങ്ങിൽ കില്ലെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. ഈ ക്ലോസ് റേഞ്ചിൽ ഫൈറ്റ് എടുക്കണം എന്നുള്ളത് എനിക്കൊരു ക്ലോസ് ഇതല്ല. കാരണം ബായിമാർ അത്യാവശ്യം നന്നായി കുത്തിപ്പിടിക്കുന്നുണ്ട്. ലോങ്ങിന് സപ്പോർട്ട് കൊടുത്ത് തന്നെ കളി കിട്ടും.
ഇപ്പോൾ ഞാൻ ചത്ത് കിടന്നങ്ങനെ കളിച്ച് ഒരു ഫുൾ കളി മൊത്തം തോളത്ത് അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി. ഞാൻ ഭയങ്കര കൂളായിട്ടിരുന്ന് കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ അവരങ്ങ് കളി എടുത്തോളും എന്നുള്ള മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നു പറഞ്ഞാൽ ഈ സൈഡിൽ കൂടെ ആൾ കയറി കഴിഞ്ഞാൽ അടിക്കാൻ ഇവിടെയാണ് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഗൈസ്. മുമ്പിലേക്ക് ഇറങ്ങുന്ന വെച്ചാൽ ആ മേലതൊക്കെ നല്ലപോലെ ഹെഡ് അടിക്കാൻ കഴിവുള്ള പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ തലയൊക്കെ ചേറി കിടക്കും. ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം സേഫാണ് ഗൈസ്. പിന്നെ ഇവിടെ ഒക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്രണ്ട് സൈഡും എല്ലാം നല്ലൊരു കവർ കിട്ടും. ഈ ബാക്കിലത്തെ സൈഡിൽ നിന്ന് ഇട്ടുകൊണ്ടിരുന്നാൽ മതി. ആ സമയത്ത് അവിടെ ഫോൺ വരുമ്പോൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കവറേജാണ്. എല്ലാ സൈഡിലും നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് ഇവിടെ കയറുന്ന ഞാൻ നോക്കുവാണ്. ആ സമയത്ത് സൂര്യഭായ് ആണെങ്കിൽ പാഞ്ഞങ്ങ് അവന്മാരുടെ അണ്ണാക്കിലേക്ക് പോയിട്ടുണ്ട്. ഒറ്റയ്ക്ക് പോയി നമ്മൾ ഈ മോൺസ്റ്റർ എന്നൊക്കെ പറയുന്ന പോലെ ഭായ് ഒരേ പവറാണ്. അവിടെ പോയി കിടന്ന് കുത്തുന്നുണ്ട് ഒറ്റയ്ക്ക്. ബാക്കി എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. ഞാനൊക്കെ ആരെയും കാണുന്നില്ല. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവനോട് സപ്പോർട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നതാണ്. ഇവിടെ വരുന്ന സമയത്താണ് ഈ ഡ്രോപ്പ് കണ്ടത്. അപ്പോൾ അതിനകത്ത് AWM ഉണ്ട്. ഞാൻ ആക്ച്വലി ഒരു സ്നൈപ്പർ പ്ലെയർ അല്ല ഗൈസ്. എനിക്ക് സ്നൈപ്പർ വെച്ച് കളിക്കാനേ അറിയില്ല. ഞാൻ സ്നൈപ്പർ എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ചാവും. ബട്ട് സ്റ്റിൽ ഇത് അതിന് ആ ഒരു ഫ്ലോയിൽ അവിടെ ഇരുന്നതാണ്. അപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ ടീമേറ്റ്സ് എല്ലാവരും ഇവിടെ ഓൾറെഡി വന്ന് ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞു. അവന്മാർ ഇനി അവിടെ അടിച്ചങ്ങോട്ട് പൊട്ടിക്കാൻ പോവാണ്. ഫുൾ സ്ക്വാഡ്, അതായത് അവരുടെ ഫുൾ സ്ക്വാഡും എൻ്റെ ഫുൾ സ്ക്വാഡും അതിനകത്തുണ്ട്. 3 പേര്, അവിടുത്തെ 3 പേരേ ഉള്ളൂ, ഇവിടെ 4 പേരുണ്ട്. അപ്പോൾ അവന്മാരങ്ങ് എടുത്തോളും. പിന്നെ നമ്മുടെ തീ അങ്ങ് ഇട്ട് കൊടുത്തു ഒരു സപ്പോർട്ട്. അപ്പോൾ അവിടെ എല്ലാവരും 2 പേരും നോക്കായി. ഇനി ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. അവരെടുക്കും എന്ന് വിചാരിച്ചാൽ അവിടെ മിണ്ടാണെന്നുള്ളൂ. ബട്ട് സ്റ്റിൽ അങ്ങോട്ടൊന്ന് പോയി നോക്കിയപ്പോഴേക്കും അവിടെ 2 പേര് പോകുന്നു. എൻ്റെ ടീമിൽ ഒരാളും കൂടെ നോക്കായി. അപ്പോഴേക്കും ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുന്നു. ഒരുത്തനടിച്ച് ഞാൻ കൊന്നു. അപ്പോൾ ഇനി ഒരുത്തൻ ഇനി ഞാനും അവന് മാത്രമായി. കറക്റ്റ് സമയത്താണല്ലോ ഞാൻ അങ്ങോട്ട് കയറിപ്പോയത്. അങ്ങനെ അവൻ്റെ തലയും കൂടെ അടിച്ച് പൊട്ടിച്ച് നമ്മൾ 3ാമത്തെ റൗണ്ട് കൂടെ നമ്മളങ്ങ് എടുത്തിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ 3-1 അത് നല്ലൊരു കാമിയായിരുന്നു. അതേപോലെ എല്ലാവരും പരാജയപ്പെടുന്ന സമയത്ത് വേണം നമ്മൾ ഹീറോയിസം കാണിക്കാൻ. അതായത് ഓടി കിടന്ന് ഹീറോയിസം കാണിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. എന്നിട്ട് ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങി പറക്കി. ഇപ്പോൾ XM80 ഉണ്ട്, തോംസണുണ്ട്, എല്ലാം വൻ സെറ്റപ്പാണ്. നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ലാസ്റ്റ് റൗണ്ടാണ്. ഈ റൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ OP ലെവൽ സാധനം സെറ്റ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അത്യാവശ്യം കില്ലൊക്കെ ആയിട്ടുണ്ട്, പ്രൊട്ടക്ഷൻ അതിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതുവരെ പോവുകയാണ്. ബട്ട് സ്റ്റിൽ ഇപ്പം നമുക്ക് ആവേശം കയറി. ഞാൻ നിങ്ങളുടെ മുമ്പേ പറഞ്ഞു ഞാൻ ഭയങ്കര ലേസിയാണ്. അപ്പം നമ്മൾ 3 ആയിക്കഴിഞ്ഞാൽ പിന്നെ 3-1 നോ പ്രോബ്ലം. പിന്നെ നമ്മൾ അങ്ങേ അറ്റങ്ങ് ലേസി ആയി കളയും. പ്രശ്നമില്ല, ഈ ചത്താലും പ്രശ്നമില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. ഇനി നമുക്ക് 2 റൗണ്ട് ഉണ്ടല്ലോ, കുറച്ച് കില്ലും കൂടുതൽ എടുക്കാം ബാക്കിയുള്ള റൗണ്ടിൽ. അങ്ങനെ വളരെ കൂളായിട്ട് ഞാൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കൂളാണ്. ഇവിടെ വന്ന് നോക്കി ആരും അടിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ സൈഡിൽ ആരും ഇല്ലയെന്ന് പറഞ്ഞ് ഞാൻ പോയതാണ്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പമ്മിരിക്കുന്നവരുടെ മെൻറ്റാലിറ്റി എനിക്ക് ഇപ്പോഴും കത്തിയിട്ട്. നമ്മൾ അടുത്തത്തെ മൂവിൽ അടിച്ചിട്ടില്ല, എന്നിട്ട് നമ്മൾ വരുമ്പോഴേക്കും ഓടിച്ചാടിയത് അടിക്കുന്നത്. അടിച്ച് എന്നെ ഉറക്കി കളഞ്ഞടേ. അതും ഫസ്റ്റ് ചാവുന്ന ഞാനാണ്. ഞാനങ്ങ് തകർന്നു പോയി. കാരണം കളി പോയോ ഇല്ലേ എന്നുള്ളത് ഭയങ്കര ഇതായി. മീൻസ് ഓക്കെ അടുത്ത റൗണ്ട് വരും, അത് വേറെ കാര്യം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് സൂര്യാഭായുടെ കുറേ മിറക്കിൾ കളി ഞാൻ കണ്ടത്. പുള്ളി മറ്റേ ഇതൊക്കെ ഫ്രീസൊക്കെ ഇറങ്ങുന്ന ഡാമേജൊക്കെ എടുത്ത് പുള്ളി ഒരേ കളിയാണ്. അവിടെ ഒരുത്തരും കൂടെ ഉണ്ടായിരുന്നു, അതാ ഓടിപ്പോകുന്നു. അപ്പോൾ അവനെയും പുള്ളി നോക്കി നിന്നിട്ട് പുള്ളി ഇതൊക്കെ എടുത്തിരുന്ന പുള്ളി ആ റേ ക്യാരക്ടറാണെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളി നൈസാണ്. പുള്ളി ആ ഗ്രനേഡ്, പക്ഷെ അത് കിട്ടിയില്ല. ബട്ട് സ്റ്റിൽ അവന് കുറേ ഡാമേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും സൂര്യാഭായ് അവനടിച്ചിട്ട്. അപ്പോൾ ഞാൻ വെച്ച് ഗൈസ് മൂഞ്ചിന്ന്. കാരണം ഇവർ 2 പേരുണ്ടെങ്കിലും ഇവരിൽ ആക്ച്വലി സൂര്യാഭായ് നല്ല പോലെ കളിക്കുന്നുണ്ട്. പിന്നെ ലൈഫ് റൈസറും കുഴപ്പമില്ല, പുള്ളി പിന്നെയും നോക്കായി ആ സോണിൽ കിടന്നിട്ട്. അപ്പോൾ ഇവന്മാർ 2 പേരേ ഉള്ളൂ. ഈ ഫ്ലെക്സ് വലിയൊരു പ്ലേ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കണ്ടില്ലേ ആടിയിട്ടി അവിടെ വരുന്നു. അപ്പോൾ ഇനി ലൈഫ് റൈസർ മാത്രമേ ഉള്ളൂ ഗൈസ്. ഈ സമയത്ത് ഞാൻ അത്യാവശ്യം നന്നായി ടെൻഷൻ അടിച്ചായിരുന്നു. കാരണം ഇത്ര എത്തിയിട്ട് ഇത് അവൻ അടിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു വിഷമമുണ്ട്. ഇത്രയും ക്ലിയർ ആയിട്ട് കിട്ടി, ഞാനാണെങ്കിൽ അപ്പം തന്നെ കുത്തി കിട്ടാൻ, പക്ഷേ കിട്ടിയില്ല. ഇതാടാ ഫോണിലൊക്കെ പോയി ഞാൻ തീർന്നെന്ന് വിചാരിച്ചു കേട്ടോ. ഭാഗ്യത്തിന് എനിമി പൊട്ടനായിരുന്നു. അതുകൊണ്ട് ആ കളി നമുക്ക് ഭായ് അങ്ങ് എടുത്ത് തന്നിട്ടുണ്ട്, ലൈഫ് റൈസർ ഭായ്. അങ്ങനെ കുറേ കാലം ശേഷം കളിച്ചിട്ട് CS നമ്മൾ 55 സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. 55 നിൽക്കില്ല, ഞാൻ 100-150 അടിക്കും. പക്ഷേ പല സമയം കിട്ടുള്ളൂ ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്ന് ഞെക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈവൊക്കെ തുടങ്ങാം. അതുകൊണ്ട് പോയി നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ഞെക്ക് ഗൈസ്. കുറച്ചല്ലേ ഉള്ളൂ, അതല്ലേ ഒരു ഛേദമില്ലാത്ത ഉപകാരം അല്ലേ?